നമസ്കാരം. പ്രധാന വാർത്തകൾ. മുകേഷിന്റെ മുൻകൂർ ജാമ്യം അപ്പീൽ നൽകേണ്ടെന്ന് സർക്കാർ. ബലാത്സംഗ കേസിൽ നടനും എംഎൽഎയുമായ എം മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിൽ അപ്പീലില്ല. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. SIT നൽകിയ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. അപ്പീലിന് സാധ്യതയില്ലെന്ന് മറുപടി നൽകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയത്. മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെടാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. സെഷൻസ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകാനായിരുന്നു തീരുമാനം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് വിചാരണയെ ബാധിക്കുമെന്നും അതിജീവിതയുടെ മൊഴി അവിശ്വസിക്കുന്നതാണ് മുൻകൂർ ജാമ്യ ഉത്തരവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയത്. മലയാളി യുവാവ് കുവൈറ്റിൽ കാറിൽ മരിച്ച നിലയിൽ. കുവൈറ്റിൽ ഡെലിവറി ജീവനക്കാരനായ മലയാളി യുവാവിനെ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് വടുവഞ്ചാൽ വടത്തുവയൽ സ്വദേശി വിപിൻ കുണ്ടറബിയാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. മംഗഫിലെ താമസ കേന്ദ്രത്തോട് ചേർന്ന പാർക്കിംഗ് ഏരിയയിലാണ് കാറിൽ മരിച്ചതായി കണ്ടെത്തിയത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് സൂചന. ഡെലിവറി ഡ്യൂട്ടി ചെയ്ത് വന്ന കാറിലാണ് ലോക്ക് ചെയ്ത നിലയിൽ മൃതദേഹം കണ്ടത്. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ OICC കെയർ ടീം നടത്തിവരുന്നു. വിഷ്ണുജിത്ത് കോയമ്പത്തൂരിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മലപ്പുറത്തു നിന്നും കാണാതായ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലെന്ന് സൂചന. വിഷ്ണുജിത്ത് പാലക്കാട് KSRTC സ്റ്റാൻഡിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇവിടെ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയതായാണ് പോലീസിന് ലഭിച്ച വിവരം. വിഷ്ണുജിത്തിന്റെ വിവാഹം ഇന്നലെ നടക്കേണ്ടതായിരുന്നു. ഈ മാസം 4-ാം തീയതി മുതലാണ് മലപ്പുറം പള്ളിപ്പുറം കുരുന്തല വീട്ടിൽ വിഷ്ണുജിത്തിനെ കാണാതായത്. വിവാഹത്തിനായി കുറച്ച് പണം സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞാണ് വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോയതെന്നാണ് വീട്ടുകാർ പറയുന്നത്. കഞ്ചിക്കോട്ട് ഒരു ഐസ്ക്രീം കമ്പനിയിലാണ് വിഷ്ണുജിത്ത് ജോലി ചെയ്തിരുന്നത്. വിഷ്ണുജിത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കാണാതാകുന്നതിന് മുമ്പ് വിഷ്ണുജിത്ത് സുഹൃത്തിനെ വിളിച്ച് തനിക്ക് കുറച്ചാളുകൾക്ക് പണം കൊടുക്കാനുണ്ടെന്നും പണം നൽകിയില്ലെങ്കിൽ സീനാണ് എന്ന് പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. ഇതോടെ വിഷ്ണുജിത്തിന് എന്തെങ്കിലും അപായം പറ്റിയിട്ടുണ്ടോ എന്ന ആശങ്കയുണ്ടെന്നും യുവാവിന്റെ സഹോദരി പറയുന്നു. നിവിൻ പോളിക്കെതിരായ പരാതി. യുവതിയുടെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. നടൻ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വിശദമായി രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം യുവതിയെ ആലുവയിലെ റൂറൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ദുബായിൽ വെച്ച് പീഡിപ്പിച്ചതായി യുവതി പറഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലായിരുന്നു താനെന്നാണ് നിവിനിന്റെ വാദം. എന്നാൽ ഉറക്കപ്പിച്ചിലാണ് താൻ മാധ്യമങ്ങളിലൂടെ തീയതി പറഞ്ഞതെന്നും യഥാർത്ഥ തീയതി അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് യുവതിയുടെ വാദം. ആരോപണം വിശദമായി അന്വേഷിക്കണമെന്നും ഗൂഢാലോചന ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് നിവിൻ പോളിയും DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. വർക്കലയിൽ അനുജൻ ജ്യേഷ്ഠനെ വെട്ടിക്കൊന്നു. വർക്കല കാറാത്തല സ്വദേശിയായ അജിത്താണ് കൊല്ലപ്പെട്ടത്. 36 വയസ്സായിരുന്നു. സംഭവത്തിൽ സഹോദരൻ അജേഷ് പോലീസ് കസ്റ്റഡിയിലെന്നാണ് സൂചന. കുടുംബ പ്രശ്നത്തിലുണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തലയ്ക്കും മുഖത്തിനും ഗുരുതരമായി വെട്ടേറ്റ അജിത്തിനെ വർക്കല താലൂക്ക് ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇന്നലെ രാത്രി